ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞായറാഴ്ചയാണല്ലോ. വളരെ ശാന്തമായിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഇതാ രാവിലെ തന്നെ നമ്മൾ ഏത്തയ്ക്കയാണ് ഉണ്ടാക്കുന്നത്. ഏത്തയ്ക്ക നെയ്ക്കകത്ത് ഫ്രൈ ചെയ്തിട്ട് കുറച്ച് തേങ്ങ ചിരകിയതും ശർക്കരയൊക്കെ ഇട്ട് കുറച്ച് പാലൊക്കെ ഒഴിച്ച് സെറ്റാക്കി എടുത്താൽ നല്ല അടിപൊളിയാണ് കേട്ടോ. ചായയും ഏത്തയ്ക്ക ഫ്രൈയും. സ്വീറ്റ് ലവർ ആയതുകൊണ്ട് എനിക്കിത് വളരെ ഇഷ്ടമാണ്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ രാവിലത്തെ ഫുഡ്. കുറച്ച് നേരം ഞാൻ മടിയൊക്കെ പിടിച്ചിരുന്നു. പിന്നെ വീണ്ടും ഞാൻ അടുക്കളയിലോട്ട് പോയിട്ടുണ്ട്. എനിക്ക് കുറച്ച് പരിപാടികളൊക്കെ ഇന്ന് ചെയ്യാനുണ്ട്. എന്നെ വീഡിയോ കിട്ടുമോ എന്നൊക്കെ ചോദിച്ച് അമ്മ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കലാപരിപാടികൾ ഇതാ ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. പപ്പടം ഫ്രൈ ചെയ്തു. പിന്നെ ഓൾറെഡി ഞാൻ മീൻ വറുത്തു. ഒരു തോരൻ വെച്ചു. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. എൻ്റെ മോൻ അതിനൊന്നും എന്നെ സമ്മതിക്കുന്നില്ലെന്നേ. ഇന്ന് ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ദിവസമാണ്. ഇന്ന് വീടൊക്കെ ഫുൾ അടിച്ചു വാരി തുടയ്ക്കണം. ഞാൻ പാട്ട് വെച്ചുകൊണ്ടാണ് കേട്ടോ ജോലി. അതുകൊണ്ടാണ് ഇടയ്ക്ക് ഓരോ മൂവ്മെൻറ്റ്സ് ഒക്കെ കാണുന്നത്. വേറെ ഒന്നും വിചാരിക്കരുത്. ഇവിടെ ഇങ്ങനെയൊക്കെയാണ് ബായ്. അപ്പോൾ ഇതേ നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡിയായി വരുന്നുണ്ട്. മക്കൾ അവിടെ ഇരുന്ന് തണ്ണിമത്തം കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്ക് എനിക്കും അമ്മ കഴിക്കാനൊക്കെ പറഞ്ഞു. ഞാനും ഇടയ്ക്ക് കഴിക്കുന്നുണ്ട്. എൻ്റെ മോൻ ഇവിടെ നിന്ന് വീഡിയോ തട്ടിയിടട്ടെ എന്നൊക്കെ എന്നോട് ചോദിച്ചു. ഞാൻ അവനെ നോക്കി ഇടയ്ക്ക് പേടിപ്പിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. കറി റെഡിയായി. നാളത്തേക്ക് ദോശയ്ക്കുള്ള അരി വെള്ളത്തിൽ ഇട്ടു. ശേഷം ഞാൻ അടിച്ചു വാരി പിന്നെ ഇത് തുടയ്ക്കാൻ തുടങ്ങുവാണ്. എൻ്റെ മോളതേ കാർ പോർച്ചൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട്. ഞാനപ്പോൾ വീടൊക്കെ ക്ലീൻ ചെയ്യുവാണ്. ഇത് എൻ്റെ കുഞ്ഞിക്കിളി എന്നെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാ മുറിയും ഞാൻ നനച്ച് തൂക്കുന്നുണ്ട്, തുടയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ് എൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇതാ തുണിയൊക്കെ വാഷ് ചെയ്യാനിട്ടു. ശേഷം കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഇതാ ചോറുണ്ണാനെടുത്തു. ഇപ്പം സമയം ഒരു 2:45 കേട്ടോ. ചോറുണ്ണുന്ന ഈ സമയത്താണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗായ്സ്. ഇനി കാണാം.